ക്യാമറ എടുത്തിട്ടുണ്ട്. അതിന് ഫീഡ് എടുത്ത് ഫേസ് ഡിറ്റക്ഷൻ ഉപയോഗിച്ച് ആൾക്കാരെ ഡിറ്റക്ട് ചെയ്ത് എയിം ചെയ്ത് ഇത് ഷൂട്ട് ചെയ്യുന്നതാണ്. ഇതിങ്ങനെ മിലിറ്ററി ആവശ്യങ്ങൾക്ക് അങ്ങനത്തെ ആവശ്യങ്ങൾ അതിന് ഡേഞ്ചറസ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് റഡാറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ അഡിനോബോർഡും സെറോമോട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സെൻസർ ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് പുറത്തേക്ക് വിടും. അപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ സൗണ്ട് വേവ്സ് തട്ടി തിരിച്ചു പോകും. അത് വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്ത്. അപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് അവിടെ എന്തോരം ഡിസ്റ്റൻസിലാണ് ആ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഏത് സെറോമോട്ടർ എത്ര ആംഗിളിലാണ് വന്നപ്പോഴാണ് അത് തിരിഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. ആപ്ലിക്കേഷൻസ് എന്ന് വെച്ചാൽ നമ്മുടെ കോസ്റ്റൽ ഏരിയാസ്, ഏവിയേഷൻ, ഇപ്പോൾ മിസൈലൊക്കെ കണ്ടുപിടിക്കാൻ മിലിറ്ററിയിലൊക്കെ ഉപയോഗിക്കുന്നു. ഇതാണ് ബ്ലൂടൂത്ത് കൺട്രോൾഡ് RC കാർ. നമ്മുടെ ഫോണിലെ ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു കാറാണ് ഇത്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആർഡിനോ ഉനോയും പിന്നെ L298 എന്ന് പറഞ്ഞൊരു ഡ്രൈവ് മോട്ടറുമാണ് ഉപയോഗിച്ചേക്കുന്നത്. നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മൾ മോട്ടറിനെ കൺട്രോൾ ചെയ്യാനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ആർഡിനോ എന്നൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ ആ ഡ്രൈവ് മോട്ടറിലോട്ട് ചെന്ന ഡ്രൈവ് മോട്ടർ വെച്ച് നമ്മൾ മോട്ടറിനെ കൺട്രോൾ ചെയ്യും. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ലിഥിയം അയോണ്ട് എത്രയാണ് വേണ്ടത് 650 ഒരു ബാറ്ററിയാണ് ഉപയോഗിച്ചത്. 3.7 വോട്ടിൻ്റെ. അതാണ് നമ്മൾ ഇതിനകത്ത് HC05 ഒരു മൊഡ്യൂൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. മനുഷ്യർക്ക് വരച്ചെല്ലാം പറ്റുന്ന സ്ഥലത്ത് നമുക്ക് റോബോട്ടിനെ അയച്ചിട്ട് ഫ്ലെയിം സെൻസർ ഇതിന് ഫ്ലെയിം സെൻസ് ചെയ്തിട്ട് ഈ റോബോട്ട് അത് ഫോണിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതുമായിട്ട് നമുക്ക് ഫ്ലെയിം സ്ഥലത്തോട് പോകണം. ഇത് ഫ്ലെയിം ഡിറ്റക്ട് ചെയ്തിട്ട് വെള്ളം സ്പ്രെഡ് ആക്കിയിട്ട് ഫ്ലെയിം അണയ്ക്കും. മൗസും പിന്നെ ഉണക്കാൻ ക്ലിപ്പും ആക്സോണൈസറൊക്കെ വെച്ചുണ്ടായിരുന്നു. മൗസിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ വയറെടുത്ത് ആക്സിലേറ്ററിൻ്റെ ഒരു സ്ക്രൂ വെച്ചിട്ട് അടിയിലൊരു മെറ്റൽ പീസ് വെച്ച് രണ്ടിലും വയർ കൊടുക്കണം. ഒരു ടച്ച് ആകുമ്പോൾ ആക്സിലേറ്റർ വർക്കാവും. അങ്ങനെയാണ് കാണിച്ചു തരാം. ആർഡിനോയിൽ തന്നെയാണ്. പിന്നെ അൾട്രാസോണിക് സെൻസർ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അൾട്രാസോണിക് സെൻസർ എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഓബ്സ്റ്റക്കിൾ ഡിറ്റക്ട് ചെയ്യും. ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു 35 സെൻറ്റിമീറ്ററിനുള്ളിൽ എന്തെങ്കിലും ഓബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ ഇത് ബസർ അടിച്ച് കേൾപ്പിക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പവറിന് വേണ്ടി നമ്മൾ കൊടുത്ത 9 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ്.
കത്തുന്നുണ്ട്. ബസർ വർക്കിംഗ് അല്ല. ഇച്ചിരി നേരം മുമ്പ് വർക്കിംഗ് ആയിരുന്നു. ഇവിടെ ഒരു എക്സോസ് ഫാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു എക്സോസ് ഫാൻ വഴി കാർബൺ ഗ്യാസിനെ വലിച്ചെടുത്ത് ഇവിടെ ഒരു വാട്ടർ പമ്പ് ഉണ്ട് അബ്സോർവ് ചെയ്യാൻ വേണ്ടി. ആ അബ്സോർവ് ചെയ്യുന്ന പമ്പിലോട്ട് വരും. അതിന് ഇനി ഇവിടെ കൊടുത്തേക്കുന്നത് ഈ വഴി അത് പുറത്തോട്ട് പോകും. ഇനി വേറെ എക്സ്ട്രാ കൂടുതൽ ഇതിൻ്റെ വേറെ പുറത്തു വരാതിരിക്കാൻ കാർബൺ പുറത്തു വരാതിരിക്കാൻ വേണ്ടി കോട്ടൺ വെച്ചിട്ടുണ്ട്. അതുവഴി അബ്സോർവ് ചെയ്ത് ഇവിടെ പ്യുവർ എയർ കൊടുക്കും. ഇതിൻ്റെ താടിയിലെ തന്നെയാണ്. പിന്നെ അൾട്രാസോണിക് സെൻസർ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അൾട്രാസോണിക് സെൻസർ എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഓബ്സ്റ്റക്കിൾ ഡിറ്റക്ട് ചെയ്യും. ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു 35 സെൻറ്റിമീറ്ററിനുള്ളിൽ എന്തെങ്കിലും ഓബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ ഇത് ബസർ അടിച്ച് കേൾപ്പിക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് പവറിന് വേണ്ടി നമ്മൾ കൊടുത്ത 9 വോൾട്സിൻ്റെ ഒരു ബാറ്ററിയാണ്. ഇവിടെ ലൈറ്റ് കത്തുന്നുണ്ട്. ബസർ വർക്കിംഗ് അല്ല. ഇച്ചിരി നേരം മുമ്പ് വർക്കിംഗ് ആയിരുന്നു. ഇതിൻ്റെ താടിയിലെ തന്നെയാണ്. പിന്നെ അൾട്രാസോണിക് സെൻസർ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അൾട്രാസോണിക് സെൻസർ എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഓബ്സ്റ്റക്കിൾ ഡിറ്റക്ട് ചെയ്യും. ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു 35 സെൻറ്റിമീറ്ററിനുള്ളിൽ എന്തെങ്കിലും ഓബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ ഇത് ബസർ അടിച്ച് കേൾപ്പിക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് പവറിന് വേണ്ടി നമ്മൾ കൊടുത്ത 9 വോൾട്സിൻ്റെ ഒരു ബാറ്ററിയാണ്. വർക്കിംഗ് അല്ല, പക്ഷേ അതിൻ്റെ തന്നെ ഇവിടെ ലൈറ്റ് കത്തുന്നുണ്ട്. ബസർ വർക്കിംഗ് അല്ല. ഇച്ചിരി നേരം മുമ്പ് വർക്കിംഗ് ആയിരുന്നു. ഇവിടുന്ന് എയർ പുറകിലേക്ക് പുഷ് ചെയ്യും. ഇതാണ് സെർവോ കണക്ട് ചെയ്ത് ചരക്കാൻ പറ്റും. അപ്പോഴാണ് ഇത് താഴേക്കാകുമ്പോൾ മുകളിൽ പോകും. നേരെ ഡയറക്റ്റ്. പിന്നെ ഇത് ഓരോന്നും മാറ്റുമ്പോഴാണ് സൈഡിലേക്ക് പോകുന്നത്. ഇവിടെ നിങ്ങൾ മെയിനായിട്ട് ഫ്ലോട്ടിൽ ലാൻഡ് ചെയ്യണമെങ്കിൽ ഇനി ആഡ് ചെയ്യണം. അതായത് ലാൻഡിംഗ് ഗിയർ ഒന്നെങ്കിൽ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ കയ്യിൽ പിടിക്കണം. എക്സ്പേർട്സ് അതായത് പറത്തി കൊണ്ടുവന്നിട്ട് ഒരാളുടെ കയ്യിലേക്ക് പോകും. നമ്മൾ എറിഞ്ഞാണ് ഇത് പറത്തുന്നത് ബേസിക്കലി. അതുപോലെ തന്നെ എറിഞ്ഞ് പിടിക്കാം. അപ്പോൾ അതിനൊരു പ്രതിവിധിയാക്കാൻ ഇവിടെ ഒരു എക്സോസ് ഫാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു എക്സോസ് ഫാൻ വഴി കാർബൺ ഗ്യാസിനെ വലിച്ചെടുത്ത് ഇവിടെ ഒരു വാട്ടർ പമ്പ് ഉണ്ട് അബ്സോർവ് ചെയ്യാൻ വേണ്ടി. ആ അബ്സോർവ് ചെയ്യുന്ന പമ്പിലോട്ട് വരും. അതിന് ഇനി ഇവിടെ കൊടുത്തേക്കുന്നത് ഈ വഴി അത് പുറത്തോട്ട് പോകും. ഇനി വേറെ എക്സ്ട്രാ കൂടുതൽ ഇതിൻ്റെ വേറെ പുറത്തു വരാതിരിക്കാൻ കാർബൺ പുറത്തു വരാതിരിക്കാൻ വേണ്ടി കോട്ടൺ വെച്ചിട്ടുണ്ട്. അതുവഴി അബ്സോർവ് ചെയ്ത് ഇവിടെ പ്യുവർ എയർ കൊടുക്കും. ഇതാക്കാനുള്ളൊരു ബോർഡാണത്. എന്ന് വെച്ചാൽ പിന്നെ അപ്പം ഹെഡ്ലൈറ്റ് മാത്രം അത് മാത്രമേ എൻ്റെ ഫംഗ്ഷൻ. പിന്നെ വണ്ടി വർക്കാവുന്ന ബാറ്ററി എൻ്റെ ഇതാണ് വർക്കാവുന്നത്. ഉപയോഗിച്ചിരുന്നത് 2 ലിഥിയം അയൺ ബാറ്ററി, ഒരു പവർ ബാങ്ക് മൊഡ്യൂള്. രണ്ടും കൂടെ കൂട്ടി 2400 mAh ബാറ്ററി. പവർ ബാങ്ക് മൊത്തം 2400 mAh.
ചേർന്നാണോ? അതല്ലേ ഉള്ളൂ, രണ്ടോട് ചേർന്ന് ഇപ്പൊ നമ്മൾ ഈ പാടങ്ങളിലൊക്കെ കൊണ്ടുപോയി കുത്തി വെച്ച് കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളമില്ലെങ്കിൽ ഈ പമ്പ് വഴി ഇത് സെൻസ് ചെയ്ത് പമ്പ് ചെയ്യുന്നത്. ഇപ്പൊ വെള്ളം അതിനകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് ഇത് പമ്പ് ചെയ്യുന്ന ഇത് പമ്പ് ചെയ്യുന്ന നിർത്തി. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഡ്രൈ സോയിൽ വെച്ച് കഴിയുമ്പോൾ ഇത് പമ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കി കാണാം നമുക്ക് വെറ്റ് സോയിൽ വെച്ച് കഴിയുമ്പം ഇത് ഈ രണ്ട് പോസിറ്റീവ് നെഗറ്റീവും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഇതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് ഈ സെൻസറിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് ഈ സെൻസർ മൊഡ്യൂൾ സ്വീകരിച്ചിട്ട് അത് ഈ റിലേക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ നാനോ ബോർഡിന് കൊടുക്കും. ആ നാനോ ബോർഡാണ് ഈ റിലേക്ക് കൊടുക്കുന്നത്. ഈ നാനോ ബോർഡും ഈ സെൻസർ മൊഡ്യൂളും ഈ സ്വിച്ചും കൂടെ എല്ലാം കൂടെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഡയറക്റ്റായിട്ട് ഈ സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാര്യം ഡയറക്റ്റായിട്ട് നമ്മൾ മോട്ടറുമായിട്ട് കണക്ഷൻ കൊടുത്തേക്കുക. ഇപ്പോൾ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കാണ് നമ്മൾ സ്വിച്ച് ഓഫ് ആക്കില്ല, നമ്മൾ ഓടിപ്പിടിച്ച് ചെന്ന് ഓഫ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യണം. പക്ഷേ ഈ സിസ്റ്റമൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വെള്ളം നിറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്വിച്ച് ഓഫ് ആവുകയും പിന്നീട് നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ വന്ന് ഇത് അതോട് ഓഫ് ചെയ്താലും മതി, സമയം പാഴാകത്തില്ല. പിന്നെ ഈ വയലുകളൊക്കെ ആണെങ്കിൽ ഈ പഞ്ചാബ് അങ്ങനെയുള്ള ഏരിയകളിൽ കുറേ ഏരിയകളിലൊക്കെ ഈ വെള്ളം ഒഴിക്കണമല്ലോ. അപ്പോൾ അതുപോലെയുള്ളടത്ത് ഇതൊക്കെ സിസ്റ്റം ഉണ്ടെങ്കിൽ സമയം ലാഭിക്കാം, ഈ വെള്ളം അധികമായിട്ട് പാഴാകത്തില്ല, നമ്മുടെ സമയം പോകത്തില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ലാഭവും. ഇതിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. ആദ്യമായിട്ട് ഇത് ചെയ്യുന്നവരാണെങ്കിൽ ഈ വയറൊക്കെ കണക്ട് ചെയ്യേണ്ട എവിടെയാണ് അതൊക്കെ മാറിപ്പോയാൽ അങ്ങനെ ചെറിയ ചെറിയ ഈ ഷോർട്ടൊക്കെ ആവും, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ല വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, വേനൽക്കാലം എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള വേനൽക്കാലമാണ്. ചെടികൾക്ക് ആവശ്യത്തിന് മിച്ചം വെള്ളം കിട്ടുന്നില്ല. അതേസമയം മഴക്കാലമാണെങ്കിൽ ഒട്ടും നന്നായിട്ട് വെള്ളമുണ്ട്. അപ്പോൾ ഈ സിസ്റ്റം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചെടിക്ക് ആവശ്യമുള്ള വെള്ളം ഈ സിസ്റ്റം വഴി നമുക്ക് പമ്പ് ചെയ്യാൻ പറ്റും. സെൻസർ വെച്ച് എന്ത് സെൻസറാണോ ഉപയോഗിച്ചിരുന്നത്? അതെന്ത് സെൻസറാണ്? എനിക്ക് എങ്ങനെയാണ് ഐഡിയ ചെയ്തിട്ട് എനിക്ക് ഇത് ചെയ്യുന്ന അത്ഭുതമായിട്ട് തോന്നിയോണ്ട് ഞാൻ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയതാണ്. മനസ്സിലാക്കി സാധനങ്ങളെല്ലാം ഓരോന്ന് കമ്പോണൻ്റ് ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ കിറ്റായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അല്ല, സാറ് വാങ്ങിച്ചു തരുന്നത്. ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് മാറിപ്പോകുന്നു പറഞ്ഞാൽ സാറ് തന്നെ വാങ്ങിച്ചോ. എന്നിട്ട് എന്നെ കൊണ്ട് ഇന്നലെ വൈകുന്നേരമൊക്കെ ഇത് കൂലി ഫിറ്റ് ചെയ്യുക ചെയ്യിച്ചായിരുന്നു. നമുക്ക് മനുഷ്യർക്ക് കയറി ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ റോബോട്ടിനെ വെച്ചിട്ട് ഇത് ഫ്ലെയിം സെൻസ് ചെയ്യും. ഇത് എനിക്ക് ഫ്ലെയിം സെൻസ് ഇത് തീ കാണുമ്പോഴത്തേക്ക് വെള്ളം സ്പ്രേ ചെയ്യാം. നമുക്ക് ഫോണിൽ കൺട്രോൾ ചെയ്യാം. ഇത് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ സെൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഫോണിൽ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞല്ലോ. സെൻസ് ചെയ്ത് കഴിയുമ്പോൾ ഫോണിലോട്ട് വല്ല മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും അലാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ അറിയുന്നത് ഇത് ആളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടെന്നുള്ള തീ കത്തിയെന്ന് അറിയണത്? കാരണം നമ്മൾ ഫോൺ വെച്ച് കൺട്രോൾ ചെയ്യുമ്പോഴാണ് ഇത് അല്ല, ഇത് ഫ്ലെയിം കണ്ടാൽ ഇത് വെള്ളം പിന്നെ ഇതിന്റെ ഫോണിന്റെ വണ്ടി ഓടാൻ വേണ്ടി നമ്മളിവിടെ ക്യാമറ വെച്ചിരുന്നതായിരുന്നു. ക്യാമറയും കൂടെ ഉണ്ടെങ്കിലേ കണക്ട് സെൻസ് ആവത്തുള്ളൂ. അതിനകത്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നന്നായിട്ട് വണ്ടി മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ?